ഹലോ ഗായ്സ്, ഇന്ന് സാറ്റർഡേ ആണ്. ഞങ്ങൾക്കിന്ന് അവധിയാണ്. ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അവധിയുള്ള ദിവസം. ഒരു കെയർ പ്ലാൻ ഉണ്ട് ഗൈസ്, എന്തോ ചെയ്യണമെന്ന് പറഞ്ഞൂടാ. രാവിലെ എഴുന്നേറ്റു, കഴിച്ചു, കെയർ പ്ലാൻ എഴുതാനിരിക്കുകയാണ് ഗൈസ്. 5 ദിവസം മുമ്പ് അത് കാലൊന്ന് പണി പറ്റിച്ചു. എങ്ങനെ എന്ന് പറഞ്ഞൂടാ. ഞാൻ ഒരു ദിവസം എഴുന്നേറ്റപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര കാലുവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര കാലുവേദന. 2 കാലിന് വേദന ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാലിൻ്റെ വേദന അങ്ങ് മാറി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാലിന് ഭയങ്കര വേദനയായിട്ട് ആദ്യം കൊണ്ട് കാണിച്ചപ്പം അവർ പറഞ്ഞു സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി ആണെന്ന് പറഞ്ഞു. പിന്നെ അത് എനിക്ക് ഒട്ടും വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അവരൊരു ഓയിൽമെൻറ്റും പെയിൻ കില്ലറും ഒക്കെ തന്നു. അത് കഴിച്ചിട്ടൊരു ഇതില്ല. അങ്ങനെ ഞാൻ പിന്നെ 2 ദിവസം കഴിഞ്ഞ് പിന്നെ ഞാൻ ചെക്ക് ചെയ്യാൻ പോയപ്പോൾ അവർ പറഞ്ഞു മസിൽ കോൺട്രാക്ഷനാണ്, ബ്ലഡ് ക്ലോട്ടായിട്ട് കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. എന്ത് തേങ്ങയാണ് ഇതുവരെ അറിഞ്ഞൂടാ. ഇപ്പോഴും വേദനയാണ്. അവർ പിന്നെ ബാൻഡേജ് തന്നു, രണ്ടാഴ്ച ഇടാൻ പറഞ്ഞു. എന്നിട്ട് എക്സ്റേ എടുക്കാൻ പറ്റും. എന്തുവാണോ എന്തോ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ നേരം ഒന്നും ഇരുന്ന് എഴുതാൻ പറ്റുന്നില്ലെന്നേ. ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ കൂടെ വൈവ ഞാൻ തുടങ്ങിയിട്ട് പോലുമില്ല. അതെന്താണെന്ന് ചോദിക്കുക. ഞങ്ങളുടെ ക്ലാസ്സിൽ എന്തിനും അടിയാണ്, എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഓടുന്നതിനടി, ബസ്സിലടി, പിന്നെന്താ എല്ലാത്തിനും തൊട്ടേലും വിളിച്ചതിനും എല്ലാം അടിയാണ്. ഞാൻ വിചാരിച്ചു വൈവയുടെ കാര്യം വരുമ്പോഴെങ്കിലും അങ്ങനെ പഠിക്കുന്ന കാര്യമില്ല, അങ്ങനെ അടിയൊന്നും ഉണ്ടാവത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അതിലും എനിക്ക് തെറ്റിപ്പോയി. അതിലും അടിയാണ്, ആദ്യം പോകണം എന്നൊക്കെയുള്ള രീതിയിൽ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അടിയെല്ലാം കഴിഞ്ഞിട്ട് സാവധാനം പോകാം. അതുകൊണ്ട് വൈവയും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. കെയർ പ്ലാൻ 5-ാം തീയതി സബ്മിറ്റ് ചെയ്യണം. മൊത്തത്തിൽ പറ്റിയിരിക്കണം ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ. ഞാൻ പോയി കെയർ പ്ലാൻ എഴുതട്ടെ, അല്ലെങ്കിൽ ഇപ്പോഴൊന്നും അത് കഴിയത്തില്ല.